ജോൺ എന്ന് പറയുന്ന ഒരാളോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം എന്താണ്? വാട്ട് ഡു യു ബിലീവ്? ഞാൻ പറഞ്ഞു, വാട്ട് മൈ ചർച്ച് ബിലീവ് ഐ ബിലീവ്. എൻ്റെ സഭ എന്ത് വിശ്വസിക്കുന്നു അത് ഞാനും വിശ്വസിക്കുന്നു. ഉടനെ ചോദിച്ചു, ഓക്കെ, വാട്ട് ഈസ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച്? നിന്റെ സഭയുടെ വിശ്വാസം എന്താണ്? വാട്ട് ഐ ബിലീവ് മൈ ചർച്ച് ബിലീവ്സ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു അതെൻ്റെ സഭയും വിശ്വസിക്കുന്നു. മൂന്നാമത് ചോദിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെയും നിന്റെ സഭയുടെയും വിശ്വാസം എന്ത്? അത് രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ വെയ്കായിട്ടുള്ള ഒരു കാര്യമല്ല ദൈവസഭയിൽ നടക്കേണ്ടത്. എന്താ നടക്കേണ്ടത്? ദൈവസഭയിലെ വിശ്വാസികളുടെ ഫെയ്ത്തിന് ഒരു യൂണിറ്റി ഉണ്ടായിരിക്കണം, ഉപദേശങ്ങൾക്ക് യൂണിറ്റി ഉണ്ടായിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസിലെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഫെയ്ത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാര്യം അതാണ്. ഫെയ്ത്ത്, നമ്മുടെ ഫെയ്ത്ത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. യു നീഡ് ടു നോ വാട്ട് യു ബിലീവ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുള്ളത് നമ്മൾ അറിയണം. അത് അറിയുന്നതിനും കൂടെയാണ് സഭ. അതിനുവേണ്ടി കൂടെയാണ് ദൈവം എന്ത് ചെയ്തത്? ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ എന്താണ് സുവിശേഷകരായും ചിലരെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. എന്തിനാ ദൈവസഭയിൽ ഉപദേഷ്ടാക്കന്മാര്? എന്തിനാണ് ദൈവസഭയിൽ ബൈബിൾ ക്ലാസ്? യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ഉണ്ടാകാനാണ് ഉപദേഷ്ടാക്കന്മാർ ആവശ്യമായി വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ പല സഭകളിലും അങ്ങനെ ഒരു കാര്യമില്ല. വന്ന് പാട്ട് പാടിയേച്ച് തുള്ളിയേച്ച് പോകുന്നെന്നുള്ളതല്ല, അതൊരു പരിപാടിയില്ല. എന്ത് വിശ്വസിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. എന്താ സഭയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ടാണ് സഭ എന്നാണ് പലരുടെയും ചിന്ത. ദൈവസഭ വെറും പാട്ടല്ല. ദൈവസഭ ഒരു പാട്ടുകൂട്ടമല്ല. പാട്ടുണ്ട് സഭയ്ക്കകത്ത്, സഭയിൽ പാട്ടുണ്ട്, പക്ഷേ സഭ ഒരു പാട്ടുകൂട്ടമല്ല. ഒരു ഡിസ്കോത്തേക്ക് പോയി ഡാൻസ് ചെയ്യുന്നത് പോലെ ഇവിടെ വന്ന് പാട്ട് പാടി കൈയടിച്ച് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകരുത്. അവിടെ കൃത്യമായിട്ട് ദൈവവചന അധിഷ്ഠിതമായി യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ഉണ്ടാകുവാൻ അവിടെയുള്ള സകല വിശ്വാസികൾക്കും അതുണ്ടാകാൻ, ചിലർക്ക് മാത്രം പോരാ, ഒരു സഭയിലെ സകല വിശ്വാസികൾക്കും യൂണിറ്റി ഓഫ് ഫെയ്ത്ത് ഉണ്ടാകാൻ അതിനുവേണ്ടിയാണ് ദൈവം സഭയെ ഈ ഒരു ഗ്രൂപ്പായിട്ട് നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് ദൈവസഭയിൽ. അപ്പോൾ വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവസഭയിൽ ഉപദേശങ്ങൾ പഠിപ്പിക്കണം. അതേപോലെ തന്നെ പിന്നെന്താണ്? വി നീഡ് ടു നോ ജീസസ്. യേശുവിനെ അറിയണം, യേശുവിൻ്റെ സ്നേഹം അറിയണം, യേശുവിൻ്റെ ബീയിങ്ങിനെ കുറിച്ച് അറിയണം, യേശു ആരാണെന്നുള്ളത് അറിയണം. ആ പരിജ്ഞാനത്തിനുമുള്ള ഐക്യത നമുക്ക് ആവശ്യമാണ്. അങ്ങനെ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും, മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരണം. തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും വേണ്ടിയാണ് എഡിഫൈയിങ് ദ ചർച്ച്. എഡിഫിക്കേഷൻ നടക്കണം. ദൈവസഭയിൽ ആത്മീക വർധന ഉണ്ടാകണം. ദൈവസഭയിൽ ഞായറാഴ്ച വന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ദൈവസഭയിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആത്മീക വർധന പ്രാപിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകണം. നമ്മുടെ സോളിനെ മാത്രം സ്പർശിക്കുന്ന ഒരു സഭായോഗം ഉണ്ടാകരുത്. ഞാൻ ചിലപ്പോൾ ഇച്ചിരി പറയുന്നത് ഇച്ചിരി കട്ടിയല്ല, ഇച്ചിരി കൂടിപ്പോയെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാകും, തുള്ളിയാലും ഒരു സുഖം ഉണ്ടാകും. പക്ഷെ ആ സുഖമെന്ന് പറയുന്നത് നമ്മുടെ സോളിലാണ്, അല്ലാതെ നമ്മുടെ സ്പിരിറ്റിലാകണമെന്നില്ല. നമ്മുടെ എക്സേർഷനിലും എക്സ്റ്റസി എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനെ പാടി 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 ഒരു തുള്ളിയൊക്കെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ ആയി തുള്ളി പലയിടത്തോട്ടങ്ങ് കയറി പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ തുള്ളുന്നോലിലൊക്കെ അവരുടെ ദേഹി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിൽ ഒരു ആനന്ദമുണ്ട്. പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല? സ്പിരിച്വൽ എഡിഫിക്കേഷൻ നടക്കുന്നില്ല. അതായത് ദൈവസഭ പരിപോഷിപ്പിക്കുന്നത് നമ്മളുടെ സ്പിരിറ്റിനെയാണ്, അവിടെ ആത്മാവിനെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരാൾ തുള്ളുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തുള്ളുന്നതിന് പോലും എതിരല്ല, പിന്നെ എന്നോട് തുള്ളാൻ പറയരുതെന്നുള്ളതേ ഉള്ളൂ. അത് ചിലർ പെട്ടെന്ന് തുള്ളും, ചിലർ അങ്ങനെ അത്രയല്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ ഈ ഇലക്ട്രിസിറ്റി അവനൊരു വിഷയമല്ല. 220 വോൾട്ട് കമ്പിയിൽ ഇവൻ തൊട്ട് നോക്കിയിട്ട് പറയും, ഇവത്തെ തൊടണ്ട കേട്ടോ, ഇവത്തെ കറണ്ട് ഉണ്ടെന്ന് പറയും. കറണ്ട് അടിക്കത്തില്ല അവന്. അപ്പോൾ 220 വോൾട്ടിൽ ഇവൻ തൊടും, പക്ഷെ നമ്മൾ തൊട്ടാൽ ഇവരോ തൊടും. കാര്യം അവൻ എന്തോ ഒരു പ്രതിഭാസമാണ്. അവൻ എന്ത് ചെയ്യത്തില്ല? കറണ്ട് അടിക്കത്തില്ല. കറണ്ട് അടിക്കും, അവനും അടിക്കുന്നുണ്ട്. അവനും അത് തൊട്ട് നോക്കുമ്പോൾ എന്തുണ്ട്? ഷോക്കുണ്ട്. പക്ഷേ അവനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറണ്ട് അടിച്ച് ആകുന്നൊന്നുമില്ല. അപ്പം അവന് 220 വോൾട്ടേ തൊട്ടാലും വലിയ കുഴപ്പമില്ല. പക്ഷേ 6 വോൾട്ട് ബാറ്ററിയുടെ കറണ്ട് അടിച്ചാൽ നിലത്ത് അടിച്ച് താഴെ വീഴുന്ന ആളുകളും
ഉണ്ട്. ഇത് രണ്ടും ദൈവസഭയിലും ഉണ്ട്. ചിലർക്ക് 6 വോൾട്ട് ബാറ്ററി മതി, എന്ത് ചെയ്യും? എടുത്തടിച്ച് താഴെ വീഴും. ചിലർക്ക് 220 വോൾട്ട് ചെന്ന് കഴിഞ്ഞാലും ചിരിച്ചോണ്ട് നിൽക്കും. അപ്പൊ ഇതിനാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കുകയൊന്നും വേണ്ട. ഏതാ, ഒരാൾ വീണു, അല്ലെങ്കിൽ ഒരാൾ തുള്ളി, ഒരാൾ കൈയടിച്ചു, ഒരാൾ ചാടി, ഇങ്ങനൊന്നും വിധിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ ഒരു ഔട്ടർ ആയിട്ടുള്ള കാര്യമായിട്ട് ചിന്തിച്ചാൽ മതി. ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഈ ദൈവസഭയിൽ നിങ്ങൾ വന്ന് ഇരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവസഭ നിങ്ങളെ ആത്മീക വർധനയിലേക്ക് നടത്തിയോ? ഈ സഭ എന്നുള്ളതല്ല, ഇന്ന് സഭ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഓടി അവിടെ ഇവിടെ എല്ലാം പോകുമ്പോൾ, ചെല്ലുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്കൊരു സുഖം ഉണ്ടായോ എന്നുള്ളതല്ല വിഷയം. ചിലർ പറയും, ഇന്ന് ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഇന്ന് ദൈവസഭയെന്ന് പറയുന്ന ഈ പാട്ടുകൂട്ടങ്ങൾ മനുഷ്യർക്ക് ഫീലിംഗ് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. Most of the churches are catering only the feelings, only the emotional needs, or only the soul of the people. നല്ലൊരു ശതമാനം സഭകളെന്ന് പറയുന്നവരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തുണ്ട്? തീരുമ്പോൾ ഒരു സുഖം. ദൈവസഭ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. ദൈവസഭ ഇറ്റേണൽ വാല്യൂസ് നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്നതും ആത്മാവിൽ നിങ്ങളെ ബലപ്പെടുത്തുന്നതും ആത്മീക വർധന നൽകുന്നതുമാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സഭയെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ സഭ എനിക്ക് ആത്മീക വർധന വരുത്തുന്നുണ്ടോ? സ്പിരിച്വൽ എഡിഫിക്കേഷന് വേണ്ടിയാണ് ദൈവം സഭയിൽ അപ്പോസ്തലന്മാരെയും ഇടയന്മാരെയും ഇവാഞ്ചലിസ്റ്റുകളെയും സുവിശേഷകരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും ഒക്കെ ആക്കിയിരിക്കുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം അതാണ്. ദൈവസഭയുടെ കൂട്ടായ്മകൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് വരണം? നമ്മൾക്ക് ആത്മീക വർധന വരണം. അത് എത്രത്തോളം വളരണം? ആ ക്രിസ്തുവാകുന്ന തലയോളം എല്ലാത്തിലും ആ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം. ദൈവസഭയിലെ എല്ലാവരും യേശു ക്രിസ്തുവിനെ പോലെ വളർച്ച പ്രാപിച്ചവരായിരിക്കണമെന്നില്ല. ചിലർ ഇങ്ങനെ നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളർച്ച പ്രാപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഭ പൂർണ്ണതയില്ലാത്ത സഭയാണെന്ന് പറയത്തില്ല. ചിലപ്പോൾ അങ്ങനെ ആൾക്കാർക്കൊരു ചിന്തയുണ്ട്, ബ്രദറെ ഞങ്ങളുടെ സഭ ഒരു പെർഫെക്റ്റ് ചർച്ച് അല്ല. കാര്യം അവിടെ എല്ലാവരും യേശുവിനെ പോലെ അല്ല. ഒരു സഭയും പെർഫെക്റ്റ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആരാ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സഭ നോക്കിയിരുന്നാൽ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എനിക്കറിയില്ല. ഒന്ന്, പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സഭ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങളവിടെ പോകല്ല. കാര്യം അത് ഇംപെർഫെക്റ്റ് ആയി പോകും. കാര്യം നിങ്ങൾ ഈ കയറിയത് പെർഫെക്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒരു സഭ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയരുത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ടൊരു ചർച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി അതിനകത്ത് പോയി ചേർന്നേക്കരുത്. കാര്യം ചേർന്ന് കഴിഞ്ഞാൽ അത് നാച്ചുറലി എന്തായി പോവും? ഇംപെർഫെക്റ്റ് ആയി പോവും. പെർഫെക്റ്റ് അല്ല. കാര്യം ഈ ഒരു സഭയിലെയും 100% ആളുകളും പെർഫെക്റ്റ് അല്ല. പക്ഷേ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. അവര് ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം അവരെ വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു ചർച്ചാണോ? നിങ്ങളുടെ ചർച്ച് നിങ്ങളെ വളർത്തുന്നുണ്ടോ? എങ്ങനെ വളർത്തുന്നുണ്ടോ? എങ്ങനെ? സ്പിരിച്വൽ എഡിഫിക്കേഷൻ നടക്കുന്നുണ്ടോ? യഥാസ്ഥാപനം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവം എന്തുദ്ദേശിക്കുന്നോ ആ ലെവലിലേക്ക് നിങ്ങളെ വളർത്തിക്കൊണ്ടു പോകാനുള്ള എഫർട്ട് നിങ്ങളുടെ സഭയിലുണ്ടോ നിങ്ങൾ ആലോചിക്കണം. സഭ നടത്തുന്നവരിവിടെ അവരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ നല്ലൊരു ശതമാനം ഇപ്പോഴോ ടെലിവിഷനിലോ എവിടെയാണെങ്കിലും സഭ നടത്തുന്നവരോ സഭയുമായി ആ രീതിയിൽ ബന്ധമുള്ളവരോ ആയിരിക്കണം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം. നിങ്ങളുടെ സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം. എന്ത്? എൻ്റെ സഭയിലെ വിശ്വാസികൾ എന്ത് വേണം? പ്രായത്തിൻ്റെ അളവ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കും അതാണ്. എന്താ? ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം അവരെ വളർത്തിക്കൊണ്ടുവരണം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും അതിനുവേണ്ടിയാണ് ഈ സഭ വളരേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശരീരം ക്രിസ്തുവിൻ്റെ തലയോളം സഭയിലുള്ള എല്ലാവരും, അതായത് അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും, വേഴ്സ് 14 ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞു തിരിയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അതിനാ ചർച്ച്, അതിനാണ് ദൈവം ചർച്ചിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തലയും ശരീരവും തമ്മിലുള്ളൊരു ബന്ധമാണ് ഇവിടെ പറയുന്നത്, ഇല്ലേ? 25 അതേ അധ്യായത്തിൻ്റെ തന്നെ 24 അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതാണ് അടുത്തതായിട്ട് നമ്മൾ വരുന്നത്. അവിടെ ഈ സഭയ്ക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞത് സഭയും ദൈവവും തമ്മിലുള്ള ആ റിലേഷനെ കുറിച്ചാണെങ്കിൽ, പിന്നീട് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഈ സഭയ്ക്കുള്ളിലുള്ള വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം. അതായത് നമ്മൾ ഈ ഓരോ ബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആദ്യം എന്താ പറഞ്ഞത്? മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം, ദൈവവും സഭയുമായിട്ടുള്ള ബന്ധം, ദൈവസഭയിലെ ആത്മീക ഓഫീസസ് ദൈവം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന്, അതായത് ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ദൈവം സഭയെ ഈ നിലയിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സഭയെ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഈ സഭയ്ക്കകത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധം. സഭയ്ക്കകത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും ഇതുപോലെ തന്നെ എന്താണ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. ബന്ധങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ബന്ധങ്ങളാണ്. സഭയ്ക്കുള്ളിലുള്ള അന്യോന്യ ബന്ധം നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25 ഓൺവേർഡ്സ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യമായ പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവും ആയി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. 5-ാമത്തെ അധ്യായത്തിലും അതേപോലെ തന്നെ വരുന്നുണ്ട്. ഇവിടെ പറയുന്നതെല്ലാം എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ദൈവസഭയ്ക്കുള്ളിൽ ഉള്ള അന്യോന്യ ബന്ധത്തെക്കുറിച്ചാണ്. നമ്മൾ ഇതുവരെ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ദൈവസഭയ്ക്കകത്ത് ഉള്ള അന്യോന്യ ബന്ധം എന്ന് പറയുന്നതിനേക്കാൾ എന്താണ്, അതിൻ്റെ ആ സഭയും സഭയിലെ ജനങ്ങളും തമ്മിലുള്ള ബന്ധം. ആദ്യം നമ്മൾ പഠിച്ചു ദൈവവും സഭയും തമ്മിലുള്ള ബന്ധം. സഭയും സഭയ്ക്കുള്ളിലുള്ളവരും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത്. ഈ സഭ എന്തിനു വേണ്ടിയാണ്? നമ്മളെ ക്രിസ്തുവാകുന്ന തലയോളം നമ്മളെ വളർത്തുവാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം സഭയ്ക്കുള്ളിലുള്ള വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ഇത് വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ്. വളരെ പ്രായോഗികമായി പല കാര്യങ്ങൾ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്. അതിനകത്തെ ഒരു കാര്യം പറയുന്നത്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കും.